അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ വസ്ത്രവുമായി അതിമനോഹരമായി താരതമ്യം ചെയ്ത് പറയുന്ന ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ്. എൻ്റെ പേര് ഫൻസീർ വാണിങ്ങൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هن لباس لكم وأنتم لباس لهن. അവർ നിങ്ങൾക്ക് ഒരു തരം വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു തരം വസ്ത്രമാണ്. റമദാൻ മാസത്തിലെ രാത്രികാലങ്ങളിൽ പോലും പല സഹാബികളും ഇണകളുമായി അകന്നു കഴിഞ്ഞിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ രാത്രികാലങ്ങളിലും അത് അനുവദനീയമല്ല എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു അവരെ തിരുത്തിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വൈവാഹിക ജീവിതത്തെ വസ്ത്രങ്ങളുമായി അതിമനോഹരമായി കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇവിടെ 5 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും കൊണ്ടുവരുന്നത്. ഒന്നാമതായി, വസ്ത്രം ഒരു സംരക്ഷണ കവചം. അതായത് വസ്ത്രം ശരീരത്തെ കാക്കുന്നത് പോലെ ഇണകൾ പരസ്പരം തെറ്റിൽ നിന്നും മറ്റ് ഒറ്റപ്പെടലുകളിൽ നിന്നും അതുപോലെ അനാവശ്യമായ ചിന്തകളിൽ നിന്നുമൊക്കെ നമ്മെ കാക്കുന്നുണ്ട്. രണ്ടാമതായി, സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. വസ്ത്രങ്ങൾ ശാരീരികമായ ഒരു കംഫർട്ടാണ് നൽകുന്നതെങ്കിൽ ഇണകൾ മാനസികവും ആത്മീയവുമായ കംഫർട്ട് നൽകുന്നു. സൂറത്തു റൂമിൻ്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മവദ്ദത്തും റഹ്മത്തും നമുക്ക് ഇണകളിലൂടെ കണ്ടെത്താൻ സാധിക്കും. മൂന്നാമതായി, കുറവുകൾ മറച്ചു വെക്കലാണ്. വസ്ത്രങ്ങൾ ശാരീരികമായ കുറവുകൾ മറച്ചു വെക്കുമ്പോൾ ഇണകൾ പരസ്പരം ഉള്ള കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാതെ മാന്യത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തതായി, അടുപ്പവും പ്രണയവും. വസ്ത്രങ്ങൾ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നത് പോലെ ഇണകൾ പരസ്പരം മാനസികമായി അതിമനോഹരമായ ഒരു ബോണ്ടിങ് നിലനിർത്തുന്നുണ്ട്. അവർ അന്യോന്യം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. പിന്നീട് പറയുന്നത് തുല്യതയും പരസ്പര സഹവർത്തിത്വത്തെ സംബന്ധിച്ചുമാണ്. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന് പറയുന്നതിലൂടെ പരസ്പരമുള്ള തുല്യതയും പരസ്പര ബഹുമാനവും അന്യോന്യം പുലർത്തേണ്ട സഹവർത്തിത്വത്തെക്കുറിച്ചുമൊക്കെ അള്ളാഹു പറയാതെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾക്കുള്ള പ്രസക്തി എന്താണ്? പരസ്പര ബഹുമാനത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ മാനസികമായ സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വ്യക്തിയുടെ ന്യൂനതകളെയൊക്കെ വിട്ടുചൊയ്ച്ച ചെയ്യാനും മറച്ചു വെക്കാനും പ്രേരിപ്പിക്കുന്നു. തുല്യമായ അവകാശങ്ങൾ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കുറഞ്ഞ വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ച അതിഗഹനമായ ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.